നമസ്കാരം. നവാവിഷിന് ഒരുക്കുന്ന നമ്മുടെ ചുറ്റും പടയൊരുക്കം പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചിത്ര, ഇന്ന് നമ്മുടെ പര്യടനം എങ്ങോട്ടാ? ഇന്ന് നമുക്ക് ഒതുക്കുങ്ങൽ പഞ്ചായത്തിൽ നിന്ന് തുടങ്ങാം. നിൽക്കുന്ന സ്ഥലം ഒതുക്കുങ്ങൽ പഞ്ചായത്തിലെ ആട്ടീരി വാർഡിലാണ് നമ്മുടെ പാടശേഖരത്ത്. ഇവിടെ നല്ല ശാന്തമായ ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. കുറച്ച് അങ്ങോട്ട് പോയാൽ നമുക്ക് ഒരുപാട് ചർച്ചകളും വാദപ്രതിവാദങ്ങളും ഒക്കെ കേൾക്കാം. അപ്പൊ ഈ ശാന്തത വേണോ വാദപ്രതിവാദം വേണോ? തീർച്ചയായും തെരഞ്ഞെടുപ്പല്ലേ, ഒന്ന് ചൂടാവട്ടെ. ഓക്കെ, LDFന്റെ സാരഥികൾ എന്ന് പോയി കാണാം നമുക്ക്. അതെ, ജനങ്ങളുടെ ശബ്ദവും നേതാക്കന്മാരുടെ വാഗ്ദാനവും ഒരുമിച്ച് ചേരുന്ന ഒരു വേദി, എല്ലാം ഒരു സദ്യ. അതെ, പോയി നോക്കാം നമുക്ക്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒതുക്കുങ്ങൽ പഞ്ചായത്തിലെ LDF സ്ഥാനാർത്ഥികളുടെയും പ്രവർത്തകരുടെയും കൂടെയാണ്. ഈ ഒതുക്കുങ്ങൽ പഞ്ചായത്തിലെ ഇത്തവണത്തെ LDFന്റെ വിജയ സാധ്യതകളെക്കുറിച്ച് നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. നമ്മുടെ കൂടെ ഉള്ളത് ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. എങ്ങനെ ഉണ്ടായിരിക്കും ഇത്തവണ LDFന്റെ ഈ ഒരു പഞ്ചായത്തിലെ പ്രകടനം? വലിയ പ്രതീക്ഷയിലാണ് നമ്മൾ ഈ പ്രാവശ്യം പ്രവർത്തകരെല്ലാം ഇവിടെ വർക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്കൊരു 20 വാർഡുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിൽ 5 വാർഡുകളായിരുന്നു LDFന് ഉണ്ടായിരുന്നത്. 5 വാർഡിൽ 4 സ്ത്രീകളായിരുന്നു ഉണ്ടായിരുന്നത്. ആ 4 സ്ത്രീകൾ പഞ്ചായത്തിനകത്ത് നടത്തിയ വാർഡുകളിൽ നടത്തിയ വലിയ വികസന പ്രവർത്തനങ്ങളുണ്ട്. അതുതന്നെ മറ്റു വാർഡുകളിലെ UDF നേതാക്കൾക്ക് തന്നെ അവർക്ക് വലിയ വെല്ലുവിളിയായിട്ടുന്ന രീതിയിൽ വലിയ പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ ഇപ്പോൾ മറ്റുള്ള വാർഡുകളിലും LDFന് വലിയൊരു സാധ്യതയാണ് തെളിഞ്ഞിട്ടുള്ളത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും മറ്റു ചേരിയിലുണ്ടായിരുന്ന ആളുകൾ പോലും നമുക്ക് വലിയ സപ്പോർട്ട് തരുന്ന രീതിയിലാണ് അവരുടെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതും വലിയൊരു സ്വീകാര്യതയാണ് നമുക്ക് കിട്ടുന്നത്. ഈ പ്രവർത്തനങ്ങൾ സംസാരിക്കട്ടെ എന്ന് എഴുതിയൊരു ലിസ്റ്റ് തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു. അക്കമിട്ട് നിർത്തിയ ഇവിടുത്തെ LDF ചെയ്ത കാര്യങ്ങളൊക്കെ, അതിനോടൊക്കെയുള്ള ജനങ്ങളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? അത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ നമ്മുടെ 3-ാം വാർഡിലാണ്. 3-ാം വാർഡിൽ ഹസീന മെമ്പറായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത്. വലിയ രീതിയിൽ LDFൻ്റെ കൂടെ നിന്നിരുന്ന ഒരു വാർഡ് കൂടിയാണ്. ഇപ്പോൾ വാർഡ് വിഭജനത്തിൻ്റെ ഭാഗമായിട്ട് ഭരണസമിതി എങ്ങനെയെങ്കിലും ഇതിനെ തകർക്കണം എന്നുള്ള രീതിയിൽ വലിയ ഒരു വിഭജനം നടത്തി നോക്കി. പക്ഷേ അതിലൊന്നും ഈ വാർഡിലെ ജനങ്ങൾ ഈ തകർക്കാൻ ഒരു വിധത്തിലും സമ്മതിക്കില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നമ്മുടെ LDF ഒരു പ്രകടന പത്രിക അവതരിപ്പിച്ചിരുന്നു. അതിൽ നടത്തിയ 99.9% കാര്യങ്ങളും പൂർത്തീകരിച്ച് വലിയ പ്രതീക്ഷയോട് കൂടിയാണ് ഞങ്ങൾ വോട്ടർമാരെടുത്ത് പോകുന്നു. അവർ 5 വർഷമായിട്ടും ഇത്രയും കാലങ്ങൾ ഒരേ രീതിയിൽ കൺസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വാർഡ് മെമ്പർക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വലിയ രീതിയിലുള്ള ഒരു സ്വീകാര്യതയാണ് മെമ്പർ ഇനിയും ഇവിടെ വോട്ട് ചോദിച്ചു ചെല്ലുമ്പോൾ. നമ്മുടെ ഇപ്പോൾ ഹസീന മെമ്പറുടെ ഹസ്ബൻഡ് കൂടിയ ഹക്കീമൊക്കെയാണ് അതിൻ്റെ ഇവിടെ കുരുണീൻ ഹക്കീമാണ് ഈ വാർഡിൽ നിന്നും മത്സരിക്കുന്നത്. ഇതിൻ്റെ തൊട്ട് അപ്പുറത്ത് വാർഡിൽ നിന്ന് പഴയ മെമ്പർ 8-ാം വാർഡിലും മത്സരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ജനങ്ങളുടെ അടുത്ത് ചെല്ലുമ്പോൾ വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ്. എത്ര തകർക്കാൻ നോക്കിയിട്ടും ഇതിന് വാർഡിനെ വിഭജിച്ചിട്ട് പോലും ഒരു രീതിയിലുള്ള ഒരു അനക്കം പോലും ഈ വാർഡിന് സംഭവിച്ചിട്ടില്ല. അത്തരത്തിലുള്ള 3 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ വാർഡിനകത്ത് നടത്തിയിട്ടുള്ളത്. ഇനി കൂടുതലായിട്ട് എന്തൊക്കെയാണ് ഈ വാർഡിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്? ഈ വാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വാർഡിനകത്ത് കഴിഞ്ഞ കാലങ്ങളിലും LDF സർക്കാർ കുറേ പദ്ധതികൾ ഈ MP ഫണ്ട് ഉപയോഗിച്ച് TK ഹംസ MP ആയിരുന്ന കാലഘട്ടത്തിൽ ഇവിടെ വലിയ രീതിയിലുള്ള കുടിവെള്ള പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ കാലത്ത് ഈ വാർഡ് LDFൻ്റെ കൂടെ വന്നിട്ടുണ്ടോ ആ കാലഘട്ടത്തിൽ മാത്രമാണ് ഇവിടെ വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്. അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഇനിയും ഇവിടെ പുതിയ റോഡുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇടവഴികൾ റോഡുകളാക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരു ടാറിങ് പോലും ഇല്ലാത്ത റോഡുകൾ നമ്മൾ കോൺക്രീറ്റ് ചെയ്യാൻ പറ്റുന്നത് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്, ടാർ ചെയ്തിട്ടുണ്ട്. അത് ചെറിയ രീതിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത സ്ഥലങ്ങളിൽ വലിയ രീതിയിലുള്ള വികസനങ്ങൾ കൊണ്ടുവരാനും അതിനനുസരിച്ചുള്ള ഒരു മെച്ചം
ഈ വാർഡിനകത്ത് ആളുകൾക്ക് ഉണ്ടാക്കാനും പറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുന്നേക്ക് ഈ വാർഡിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ വോട്ട് ചോദിക്കാൻ വരെ ചെല്ലാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ ഇന്ന് നമ്മൾ വോട്ട് ചോദിച്ച് ചെല്ലുമ്പോൾ അവിടെ കയറ്റിയിരുത്തി നമുക്ക് പെട്ടെന്ന് അവിടുന്ന് ചായ പോലും കുടിക്കാതെ പോകാൻ പറ്റാത്തൊരു സ്ഥിതിയിലോട്ട് ഈ വാർഡിന് എത്തിയിട്ടുണ്ട്. ഇത് LDFൻ്റെ മെമ്പർമാർ അതുപോലെ പ്രവർത്തകരും ഈ നാടിനകത്ത് നടത്തിയിട്ടുള്ള വികസനങ്ങളും അതുപോലെ ഒരു അഴിമതി പോലും ഇല്ലാത്ത അതായത് പഞ്ചായത്തിനകത്ത് കാലങ്ങളായിട്ട് ഇവർ ഭരിക്കുമ്പോൾ ഈ അതിനകത്ത് വന്നിരിക്കുക, അത് ഇലക്ഷന് വിജയിക്കുക, അതിനകത്ത് വന്നിരിക്കുക, ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു കമ്മീഷനും കാര്യങ്ങളും അടിച്ച് അവർ ഈ വാർഡിനകത്ത് വികസന പ്രവർത്തനങ്ങളൊന്നും കൊണ്ടുവരാതെ വാർഡിലെ ജനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഈ പറഞ്ഞ പോലെ ടാക്സും കട്ടുമുടിച്ച് നിന്നിരുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നും മാറിയിട്ട് ഇവിടെ എന്താണ് വികസനം എന്ന് കാണിക്കാൻ ഈ 4 വനിതാ മെമ്പർമാർക്കും അതുപോലെ തന്നെ ഒരു പുരുഷ മെമ്പറുണ്ട്, 5 മെമ്പർമാരുണ്ടായിരുന്നു. അവർ തന്നെ ഇവർക്ക് ശരിക്കും ഒരു വലിയൊരു വെല്ലുവിളിയായിരുന്നു. പ്രത്യേകിച്ച് ചോദിക്കാനുള്ളത്, നിലവിൽ TK ഹംസ MP ആയിരുന്നപ്പോഴാണ് വികസനം എത്തിച്ചത്. ഇപ്പം നിലവിൽ അതിനുശേഷം UDFൻ്റെ MP-മാരും MLA-മാരുമായിരുന്നു ഇപ്പോഴും ഉള്ളത്. അവരുടെ വികസനങ്ങളൊന്നും ഈ വാർഡുകളിൽ എത്തിയിട്ടില്ല എന്നാണോ? അതായത് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഒരു ഇടതുപക്ഷവും വലതുപക്ഷവും നമ്മൾ പറയുമ്പോൾ ഇടതുപക്ഷത്തിന് പ്രത്യേക ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളിലാണ് എന്നും ഇടതുപക്ഷം ഊന്നൽ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങളിലും അതായത് നമ്മൾ വലതുപക്ഷം വെച്ച് നോക്കുമ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവിടെ പണവും പ്രതാപത്തിനും വേണ്ടിയിട്ട് കിട്ടുന്ന സീറ്റുകളായിരിക്കും എന്ന് എല്ലാ കാലത്തും അവർക്ക് MP-യോ MLA ആവുന്നത്. പക്ഷേ ഈ ഇടതുപക്ഷത്തിനെടുത്ത് നോക്കുമ്പോൾ ആരാണോ ഈ നാടിന് ആപ്റ്റായിട്ട് ഈ നാട്ടിൽ വികസന പ്രവർത്തനം കൊണ്ടുവരാൻ പറ്റുക. ഇപ്പോൾ നമ്മൾ ഈ ഇടതുപക്ഷ സർക്കാരിനൊക്കെ ഈ കഴിഞ്ഞ 10 വർഷക്കാലത്ത് കേരളത്തിനകത്ത് നടത്തിയിട്ടുള്ള വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളുണ്ട്. അതിൻ്റെ ഒരു അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ കേരളത്തിനകത്ത് വികസന പ്രവർത്തനം ഈ ഓരോ ആളുകളെടുത്തും വോട്ട് ചോദിച്ച് ചെല്ലുന്നത്. നമ്മുടെ അടുത്ത് തന്നെയുള്ള ഒതുക്കുങ്ങൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ വർഷങ്ങളായിട്ട് ഒതുക്കുങ്ങലുള്ളൊരു സ്കൂളാണത്. ഈ 10 വർഷക്കാലത്തിനുള്ളിൽ 3 സ്കൂൾ കെട്ടിടങ്ങൾ ഉദ്ഘാടനം കഴിഞ്ഞു. അതുപോലെ തന്നെ ഒരു കെട്ടിടത്തിൻ്റെ വർക്ക് നടക്കുക. ഒരു എയ്ഡഡ് സ്കൂളിനെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിൽ ഇൻ്റർനാഷണൽ ലെവലിൽ സൗകര്യങ്ങളാണ് ആ സ്കൂളിൽ ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ നമ്മൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, അങ്ങനെ ഏത് ലെവലിൽ എടുത്ത് നമ്മുടെ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ വേങ്ങര മണ്ഡലം എന്ന് പറഞ്ഞാൽ 140ാമത്തെ മണ്ഡലമാണ്. ഈ മണ്ഡലത്തിനകത്ത് ഇടതുപക്ഷം നടത്തുന്ന വികസന പ്രവർത്തനങ്ങളുണ്ട്. അതെല്ലാം ജനങ്ങളിലോട്ടെത്തി. ഒരു വീട്ടിൽ പോലും ഇപ്പോൾ ഈ പെൻഷൻ ഈ മാസം 2000 രൂപയും കൂടി പെൻഷനായി 3600 രൂപയാണ് ആളുകളുടെ കയ്യിൽ പെൻഷൻ എത്തുന്നത്. ഇനി സ്ത്രീകളുടെ കയ്യിൽ 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകളുടെ കയ്യിൽ 1000 രൂപ പെൻഷൻ എത്താൻ പോവുകയാണ്. അത്തരത്തിൽ ഓരോ വീട്ടിലും ഈ സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ എത്തുന്ന രീതിയിലാണ് ഈ സർക്കാർ ഓരോ ആളുകളെയും, അത് വിദ്യാർത്ഥികളെ, അതുപോലെ യുവാക്കളെ, അത് സ്ത്രീകളെ, വയോജനങ്ങളെ എല്ലാവരും എടുത്തെടുത്ത് ആർക്കാണ് എന്ത് കുറവുകളാണുള്ളത് അതെല്ലാം നോക്കിയിട്ട് അത്തരത്തിലുള്ള ഒരു വികസന പ്രവർത്തനം സർക്കാർ നടത്തുന്നത്. ആ സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലോട്ട് എത്തിക്കാൻ ഈ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും വാർഡ് മെമ്പർമാരും വളരെ കൃത്യമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ അത് ഇവിടെ എത്തുള്ളൂ. ഇവിടെ ഈ വാർഡ് മെമ്പർമാർ അല്ലെങ്കിൽ ഈ വാർഡിനകത്ത് ഈ പെൻഷൻ ഇവിടെ എത്തിക്കുന്ന ആളുകൾ പറയുന്നത് എന്താ വെച്ചാൽ ഇത് ഈ പറഞ്ഞ പോലെ പ്രായമായ ആളുകളുടെ കയ്യിലാണ് ഇത് എത്തുന്നത്. ഇത് സർക്കാർ കൊടുത്ത പെൻഷനാണ് എന്നുള്ള രീതിയിലല്ല അവർ പറയുന്നത്. അവർ വളരെ വലിയ കള്ളങ്ങൾ പറഞ്ഞിട്ടാണ് വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിൽ കള്ളപ്രചരണങ്ങൾ നടത്തിയിട്ടാണ് അവർ ഈ പെൻഷൻ ഇവിടെ ഭരിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ ബാങ്കാണ് ഇത് സെർവ് ചെയ്യുന്നത്, ആളുകളിലോട്ട് എത്തിക്കുന്നത്. അപ്പോൾ അവർ വളരെ വലിയ രീതിയിൽ കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ചിട്ടാണ് ഈ സാധനം ഇവിടെ എത്തിക്കുന്നത്. ഇപ്പോൾ ആളുകൾക്ക് പഴയ രീതിയിലല്ലാതെ വലിയ രീതിയിലുള്ള വിദ്യാഭ്യാസം, എഴുതാനും വായിക്കാനും അറിയാത്ത ആളുകളൊന്നുമല്ല ഇവിടെ ഉള്ളത്. അപ്പോൾ ആളുകൾക്ക് വളരെ എന്താണ് ഈ നാട്ടിൽ നടക്കുന്നതെന്ന് അറിയാം. അപ്പോൾ ഈ സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഇതുപോലെയുള്ള ചാനലുകൾ വഴി ഇവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വിജയിപ്പിക്കേണ്ടത് ഈ നാടിൻ്റെ അത്യാവശ്യമാണ്. ഒരു അഴിമതി പോലും ഇല്ലാത്ത ഒരു ഗവൺമെൻറ്റാണ് അവിടെ ഭരിക്കുന്നത്. അവിടുന്ന് ഈ സാധനങ്ങളൊക്കെ ഇവിടെ എത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികളെ ഇവിടുന്ന് വിജയിപ്പിക്കൽ വളരെ അത്യാവശ്യമാണ്. കഴിഞ്ഞ തവണത്തെ ഒരു ഭൂരിപക്ഷമൊക്കെ എങ്ങനെയായിരുന്നു? ഇവിടെ എത്ര വോട്ടിനാണ് വിജയിച്ചത്? 150 വോട്ടിനാണ് അസീന മെമ്പറാണ് ഇവിടെ വിജയിച്ചിരുന്നത്. ഞാൻ ഇവിടുന്ന് ബ്ലോക്ക് പഞ്ചായത്തിലോട്ടാണ് ഞാൻ ഇവിടുന്ന് മത്സരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് മറ്റത്തൂർ ഡിവിഷൻ കാൻഡിഡേറ്റാണ്. മറ്റത്തൂർ ഡിവിഷൻ 1 മുതൽ 10 വരെയുള്ള വാർഡുകളിൽ 9ാം വാർഡ് ഒഴികെയുള്ള വാർഡാണ് എൻ്റെ ഡിവിഷനിലുള്ളത്. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഈ നാട്ടിൽ ഞങ്ങൾ വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ വീടുകളിൽ ചോദിക്കുന്നത് കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെ പേര് നിങ്ങൾക്ക് അറിയുമെന്നോ ചോദിച്ചാൽ ഒരാൾക്ക് പോലും പേര് പോലും അറിയില്ല. ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ പേര് എന്താണെന്ന് അറിയില്ല. ആ ഒരു സാഹചര്യമാണ് ഈ നാടിനകത്തുള്ളത്.
എന്തിനാണ് ബ്ലോക്ക് പഞ്ചായത്ത്, എന്തിനാണ് ജില്ലാ പഞ്ചായത്ത്, നമ്മുടെ പാവപ്പെട്ട ജനങ്ങൾക്ക് അറിയില്ല. വാർഡ് മെമ്പർ, ഈ ഒരു വാർഡ് മെമ്പർ ഉണ്ട്, അയാളെ കൊണ്ട് എല്ലാ വർക്കും ചെയ്യിപ്പിച്ച് അയാളെ ഓടി നടന്ന് അയാൾ ചെയ്യുന്ന വർക്കുകളാണ്. ഈ വാർഡ് മെമ്പർ എന്താണ് ചെയ്യുന്നത് മാത്രമേ അറിയുള്ളൂ. എന്ത് വിഷയങ്ങളുടെ വാർഡ് മെമ്പറെയാണ് ബന്ധപ്പെടുക. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എന്ന ഇവിടെയുള്ള വലതുപക്ഷത്തിൻ്റെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് പണമോ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ മഹിമയോ നോക്കിയിട്ട് സീറ്റ് കൊടുക്കുന്ന രീതിയും ഇവിടെ വലതുപക്ഷത്തിനുണ്ടായിരുന്ന ഒരു 5 8 സ്ഥാനാർത്ഥി സീറ്റിന് വേണ്ടി അടിപിടിയായിരുന്നു. അവസാന ഘട്ടത്തിലാണ് ഇവർക്ക് ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ പറ്റുന്നത്. ഇതൊക്കെ പണത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും ഈ ഹുങ്ക് നാട്ടുകാരുടെ ഇടയിൽ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സീറ്റായിട്ടാണ്, ഒരു കാളപൂട്ട് പോലെയുള്ളൊരു സംഭവമായിട്ടാണ് ഇവിടെ ഈ പറഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റുകളൊക്കെ ഇവർ കാണുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ നിന്ന് ഇപ്രാവശ്യം എന്തായാലും ഈ പറഞ്ഞ പോലെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റുകൾ മാറും എന്നുള്ള ഇടതുപക്ഷം വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ആളുകൾ അതിന് വലിയ രീതിയിലുള്ള സപ്പോർട്ടാണ് നമുക്ക് തരുന്നത്. നമ്മൾ വലിയ രീതിയിലുള്ള വിജയം ഈ മറ്റത്തൂർ ഡിവിഷനിൽ എനിക്ക് ജനങ്ങൾ തരും എന്നുള്ളതും, അതുപോലെ തന്നെ ഒതുക്കുങ്ങൽ പുത്തൂർ ഡിവിഷനുകളിലും ഇതുപോലെ തന്നെ നമ്മുടെ ലോക്കൽ കമ്മിറ്റി മെമ്പർമാരായ കുറച്ച് സഖാക്കളാണ് ഈ ഇടതുപക്ഷം അവരെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അവരൊക്കെ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തും. ഈ പഞ്ചായത്തിനകത്ത് ഇപ്രാവശ്യം 23 വാർഡുകളാണുള്ളത്. പഞ്ചായത്തിനകത്ത് ഭരണം പിടിക്കാനുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വാർഡുകളിൽ നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ മെമ്പർമാർ നടത്തും. അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന് 3 സീറ്റുകളും പിടിക്കാൻ പറ്റുമെന്ന് തന്നെ, ജില്ലാ പഞ്ചായത്തിലും നല്ല മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിൻ്റെയും ഞങ്ങളുടെ എല്ലാ പ്രവർത്തകരുടെയും ഞങ്ങളുടെ വിശ്വാസം. അത്തരത്തിൽ തന്നെ പ്രവർത്തനങ്ങളാണ് ഉണ്ടാവുക. വാർഡ് മെമ്പറും ഇപ്പോൾ തൊട്ടടുത്ത വാർഡിലെ സ്ഥാനാർത്ഥിയുമാണ്. ഇങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു 5 വർഷത്തെ ഭരണത്തിൽ എന്തൊക്കെയാണ് എടുത്തു പറയുന്ന കാര്യങ്ങളായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയാനുള്ള കാര്യങ്ങൾ? 5 വർഷം ഞാൻ ജനങ്ങളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവരും എൻ്റെ കൂടെ ഉണ്ടായതുകൊണ്ട് ഒരുപാട് വികസനങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അത് MLA വഴിയല്ല, MP വഴിയല്ല, എൻ്റെ ഒരു കഴിവ് വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നമുക്കൊരു അംഗനവാടി കെട്ടിടം ഉണ്ടാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ മറ്റ് റോഡുകളും എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് ജനങ്ങളെ കൂടെ ഞാൻ 5 വർഷം ഉണ്ടായിരുന്നു. അതുപോലെ അവരെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ വോട്ട് ചോദിക്കാൻ പോകാൻ ഒരു പ്രശ്നവുമില്ല. കാരണം എല്ലായിടത്തും എനിക്ക് തല ഉയർത്തി തന്നെ വോട്ട് ചോദിക്കാമെന്നുള്ള ഒരു അവസ്ഥയിൽ തന്നെയാണ്. നമ്മൾ അത്രയും ജനങ്ങൾ സ്വീകരിച്ചേക്കണമെന്നുള്ള ഒരു തെളിവായിട്ടാണ് നമ്മൾ വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ അവിടെ കാണുന്നത്. വനിതകൾക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്? വനിതകൾക്ക് വേണ്ടി ഒരു വാർഡിൽ പ്രത്യേകം പദ്ധതികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നോ? വനിതകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കുടുംബശ്രീ വഴിയും അതുപോലെ തന്നെ നമുക്ക് അയൽക്കൂട്ടങ്ങൾ കൂടുതൽ ഉണ്ടാക്കാൻ പറ്റി ഇവിടെ. എന്നുവെച്ചാൽ ഞാൻ വന്ന കാലത്ത് അത്ര അയൽക്കൂട്ടങ്ങളൊന്നും കൂടുതൽ ഉണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ കൂടുതൽ അയൽക്കൂട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു. അതുപോലെ നമുക്ക് തൊഴിലുറപ്പ് തൊഴിലാളികൾ സ്ത്രീകളെ കൂട്ടാനും സാധിച്ചു. ഇതിനൊക്കെയുള്ള നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തവണ ഇപ്പോൾ വാർഡ് വിഭജനം വന്നതുകൊണ്ട് ഈ വാർഡിലാണോ വോട്ട്? ഏത് വാർഡിലാണ് വരുന്നത്? വോട്ട് എനിക്ക് വരുന്നത് 2ാം വാർഡിലാണ് എൻ്റെ വോട്ട് വരുന്നത്. ഞാനിപ്പോൾ 8ാം വാർഡിലാണ് മത്സരിക്കുന്നത്. ഇവിടെ 3ാം വാർഡിൽ എൻ്റെ ഹസ്ബൻഡുമാണ് മത്സരിക്കുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് ഒരേ നിർബന്ധം, നിങ്ങൾ 2 പേര് തന്നെ നിൽക്കണം എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ 5 വർഷം ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഹസ്ബൻഡിനെയും എന്നെക്കായും ഹസ്ബൻഡിനെയും അറിയാം എന്നുള്ളൊരു സ്ഥിതിക്കാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്തവണയും വിജയിക്കും എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ്? ഇത്തവണയും വിജയിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നിടത്ത് നമുക്ക് എല്ലായിടത്തും നിന്നുള്ള സപ്പോർട്ടും ഉള്ളത്. കാരണം നമുക്ക് പൂർണ്ണ ഉറപ്പായിട്ടുള്ള വിശ്വാസമുണ്ട് എന്നാണ് പറയാനുള്ളത്. എന്താണ് പറയാനുള്ളത് ഇത്തവണത്തെ ഒരു വിജയം? പിന്നെ ഇവരെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ മെമ്പർ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ അതുപോലെ നിലനിർത്തി. ഇപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ഓഫീസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നിലനിർത്തി ജനങ്ങളായിട്ട് കൂടെ നിന്ന് പഴയതുപോലെ തന്നെ ഇനിയുള്ള 5 വർഷം കൂടി പോകണം എന്നുള്ളതാണ് ഞങ്ങൾ വിചാരിച്ചത്. ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ്? പ്രതികരണം അവർ പറഞ്ഞ മാതിരി തന്നെ ഏത് വീട്ടിൽ പോയാലും നമുക്ക് മുന്നിൽ പിന്നെ സബീർ പറഞ്ഞ മാതിരി ചായ കുടിക്കാതെ വിടണില്ല. അത് കഴിഞ്ഞ കാലത്തുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു ഫലമായിട്ടുള്ളൊരു സ്വീകരണമാണ് ഇപ്പോൾ കിട്ടുന്നത്. അല്ലാതെ ഇതുപോലെ അല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ചെയ്തിട്ടില്ലായിരുന്നു. അവർ ഡോറും കൂടിയും തുറക്കാൻ മടിക്കണ അവസ്ഥയിലാണ് ഉണ്ടാവുക. നല്ല ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് തന്നെയാണ്. ഇതിനു മുമ്പും ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ ഇതുപോലെ സ്ഥാനാർത്ഥി മത്സരിച്ച് വിജയിച്ചു വന്നിട്ടുള്ളതാണ്? അല്ല, ഞാൻ ഇതിന് മുന്നേ മത്സരിച്ചിരുന്നു. പക്ഷേ നേരിയ ഭൂരിപക്ഷത്തിലാണ്, അവർക്ക് നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന സ്ഥലത്ത് ഞാൻ മത്സരിച്ചപ്പോൾ ചെറിയ ഭൂരിപക്ഷത്തിലാണ്, കേവലം ഒരു 5 വോട്ടിനാണ് എതിർ സ്ഥാനാർത്ഥി ജയിച്ചത്. 2005 ഞാൻ മത്സരിച്ചത്. ഇത്തവണ എന്തായാലും വിജയിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്? 100% വിജയിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അറിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഫീൽഡിൽ ചെല്ലുമ്പോൾ അവരുടെ പ്രതികരണത്തിൽ നമുക്കത് മനസ്സിലാവുമല്ലോ. നമുക്ക് ഒരു ഓഫീസ് 2 സ്റ്റാഫും നമ്മൾ 5 വർഷമായിട്ട് അവർ തന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ നോക്കാൻ 2 സ്റ്റാഫും ഉണ്ട്. ഓഫീസും 5 വർഷമായിട്ട് അന്ന് മുതൽ ഇന്ന് വരെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും തുടർന്നും ഈ ഓഫീസും കാര്യങ്ങളും
സ്റ്റാഫിനെയും വെച്ച് തുടർന്ന് പ്രവർത്തിക്കണം എന്നുള്ളതാണ് നമ്മളെ ആഗ്രഹം. അത് എപ്പോഴും തുറന്നിരിക്കുന്ന ഒരു എപ്പോഴും തുറന്നിരിക്കുന്നത് ടൈം 10 മണി മുതൽ 5 മണി വരെ ടൈം തുറന്നിരിക്കുന്ന ഓഫീസാണ്. അവിടേക്ക് ജനങ്ങൾ എത്താറുണ്ട് ആവശ്യങ്ങളുമായിട്ട്. ഒരു പ്രാദേശിക പ്രദേശമായതുകൊണ്ട് പിന്നെ ഇവിടെ പഞ്ചായത്തേക്ക് എത്താനുള്ള ഒരു ബുദ്ധിമുട്ട് നല്ലൊരു പ്രശ്നമാണ്. അതിപ്പോൾ അവർ പഞ്ചായത്ത് പോകേണ്ട ഒരു ആവശ്യം ഈ 3-ാം വാർഡിലുള്ളവർക്ക് പഞ്ചായത്തിൽ പോകേണ്ട ഇതുവരെ പഞ്ചായത്ത് തന്നെ കണ്ടിട്ടുണ്ടോ എന്നുള്ള ആ അവസ്ഥയിലാണ്. കാരണം പഞ്ചായത്തിൽ പോകേണ്ട ഒരു ആവശ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒക്കെ ഇവിടുന്ന് ഈ ഓഫീസിൽ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യും. ഇത് ഞങ്ങൾ രാവിലെ എടുത്തിട്ട് പോകും, തിരിച്ചു വരുമ്പോൾ അതിൻ്റെ റെസിപ്റ്റൊക്കെ കൊടുത്ത് തിരിച്ച് എല്ലാവരെയും കണ്ട് ഇതായി ചെയ്യും. വിജയാശംസകൾ നേരുന്നു. എന്തൊക്കെയാണ്, എങ്ങനെയുണ്ട് ഇത്തവണത്തെ പ്രവർത്തനമൊക്കെ? പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ ഒരു ഘട്ടമൊക്കെ കഴിഞ്ഞോ? ഒരു ഘട്ടം പൂർത്തീകരിക്കുന്നുണ്ട്. പിന്നെ പോണ വീട്ടിലൊക്കെ നല്ല പോസിറ്റീവായിട്ടുള്ള സംസാരങ്ങളാണ്. പിന്നെ കേരള സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളും പെൻഷൻ ഇപ്പോൾ 1600 2000 രൂപ വാങ്ങുന്നതും ഇതൊക്കെ ഞങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഘടകമാണല്ലോ. അതിൽ ഈ 9 വാർഡുകളിൽ ഏറ്റവും പ്രശ്നമുള്ള വാർഡ് ഏതാണ്? എന്തെങ്കിലും വലിയ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത്, ഇനിയും ഒരുപാട് മുന്നോട്ട് വരണമെന്ന് ആവശ്യമുള്ള വാർഡ് ഏതായിട്ടാണ് തോന്നിയത്? അങ്ങനത്തെ വാർഡുകൾ റോഡുകളൊക്കെ വളരെ മോശമാണ്. ഫുള്ള് പൊട്ടിപ്പൊളിഞ്ഞ് ഫുള്ള് കംപ്ലൈൻ്റ് ആയിട്ട് കിടക്കണേ. പിന്നെ ബ്ലോക്ക് മെമ്പർ ആരാന്ന് ആ വാർഡുള്ള ആർക്കും അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച ബ്ലോക്ക് മെമ്പർ ആരാന്ന് ഇവർക്ക് അറിയില്ല, പേര് പോലും അറിയില്ല. ആ ബ്ലോക്ക് മെമ്പർ തിരിഞ്ഞു നോക്കാത്ത ബ്ലോക്ക് മെമ്പറാണ് ഒതുക്കുന്ന ഡിവിഷനിൽ ഉണ്ടായിട്ടുള്ളത്. താങ്കൾ വിജയിച്ച് വരികയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും അവിടേക്ക് കൊണ്ടുവരുന്ന മാറ്റങ്ങൾ? ആദ്യമായിട്ട് പിന്നെ റോഡുകൾ തന്നെ മെയിനായിട്ട്, കുടിവെള്ളം, റോഡിൻ്റെ പ്രശ്നങ്ങൾ, വഴികൾ, ചെറിയ വഴികൾ, റോഡില്ലാത്ത ഒരുപാട് വീടുകളുണ്ട്. ഇതിനൊക്കെ മുൻഗണന കൊടുക്കും, ആദ്യമായിട്ട് കൊടുക്കും. എങ്ങനെയുണ്ട് ഇത്തവണത്തെ മൊത്തത്തിലുള്ള ഒരു വിലയിരുത്തൽ? ഈ ഒരു ഒതുക്കുങ്ങൽ പഞ്ചായത്ത് പിടിച്ചെടുക്കുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. പഞ്ചായത്ത് ഭരണത്തിൽ വരുമെന്നാണ്, LDFൻ്റെ നേതൃത്വത്തിൽ ഭരണത്തിൽ വരുമെന്നാണ് ഞങ്ങളെല്ലാവരും പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. അതിനുള്ള ഒരു കാരണമായിട്ട് എന്തൊക്കെയാണ് എടുത്തു പറയാനുള്ളത്? ഒന്നാമതായിട്ട് കേരള സർക്കാരിൻ്റെ വികസനങ്ങൾ തന്നെ അത് താഴെ ഇടയിലുള്ള ജനങ്ങളിൽ വരെ എത്തിയിട്ടുണ്ട്. ഈ പെൻഷൻ തന്നെയാണ് മുഖ്യമായിട്ടും ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം 2000 രൂപ ഒരു വീടുകൾക്ക് എത്തുക എന്ന് പറഞ്ഞാൽ 60 ലക്ഷം കുടുംബങ്ങൾക്കാണ് കേരളത്തിൽ കൊടുക്കുന്നത്. ഇതിന് ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം നടക്കുന്നത്. എല്ലാ വീട്ടിലേക്കും ഏകദേശം കേരള സർക്കാരിൻ്റെ എന്തെങ്കിലും ഒരു വികസനങ്ങൾ എത്തുന്നുണ്ട്. അപ്പോൾ അത് തന്നെ ഞങ്ങൾക്ക് അഭിമാനമായിട്ട് ചോദിക്കാം. പിന്നെ ഈ 3-ാം വാർഡിൽ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രകടന പത്രിക ഇറക്കിയിരുന്നു. അസീന മെമ്പർ സ്ഥാനാർത്ഥിയായി ഇരുന്നപ്പോൾ ഞങ്ങളൊരു പ്രകടന പത്രിക വെക്കാം. അതിൽ 100%, ഷബീർ 99.9 എന്ന് പറഞ്ഞാൽ അതിൽ 100-ലധികം, അതിൽ പറഞ്ഞ 100% കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങളിപ്പോൾ ഫീൽഡിൽ ഇറങ്ങുന്നത്, വോട്ടർമാരുമായിട്ട് ബന്ധപ്പെടുന്നത് വളരെയധികം അഭിമാനത്തോടു കൂടിയാണ്. ഇതിലൊരു ആരോപണം ഉയരുന്നത് ഭാര്യ മത്സരിച്ച വാർഡുകളിൽ ഭർത്താവുന്നു, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് മത്സരിക്കുന്നു എന്ന ഒരു ആരോപണമാണ് പ്രതിപക്ഷം എതിർ വിഭാഗം ഉന്നയിക്കുന്നത്. അതിനെക്കുറിച്ച് LDFിൻ്റെ നിലപാടെന്താണ്? ഇത് LDF എന്ന് പറഞ്ഞാൽ ഇവർ ഭാര്യ മാത്രം ഒതുക്കൽ പഞ്ചായത്ത് ലോക്കൽ കമ്മിറ്റി അംഗമാണ്. അപ്പോൾ പാർട്ടിയാണ് തീരുമാനിക്കൽ ആരാണ് സ്ഥാനാർത്ഥികൾ. ഇവർ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അങ്ങനെ മഹിളാ അസോസിയേഷൻ ഇവിടുത്തെ ഒരാളെ ഉദ്ദേശമല്ല പറഞ്ഞത്. അതെ മൊത്തത്തിൽ തന്നെ പറഞ്ഞിട്ട് ഇവരെ ഉദ്ദേശിച്ചാണെങ്കിൽ അങ്ങനെയാണ് പ്രവർത്തിച്ചവരാണ്. ജനങ്ങൾ പറയണം ഇവർ രണ്ടാളും തന്നെ ജനങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണ് രണ്ടു കൂട്ടർ അവിടുത്തെ ആയാലും മുൻ മെമ്പർ വേണം എന്നുള്ള ആവശ്യപ്രകാരമാണ് പിന്നെ മെമ്പർ നിൽക്കുന്നത്. ഇതും പിന്നെ ഫുൾ ടൈം പിന്നെ അസിനാത്തൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അക്കീമാക്കായിരുന്നു. അപ്പോൾ ഇവിടെ വേണമെന്ന് ജനങ്ങൾ നിർബന്ധത്തിന് ഇതായിട്ടാണ് ഇവർ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. പിന്നെ ഇവർ ഇതിൽ നിന്ന് ഒരു സാമ്പത്തിക നേട്ടമല്ല, അവർക്ക് കിട്ടുന്ന ഓണറേറിയം അത് നിർദ്ധരായ കുടുംബങ്ങൾക്കാണ് അവർ കൊടുക്കുന്നത്. അതിൽ നിന്ന് വേറെ പിന്നെ സ്വന്തം ചിലവിലാണ്, ഓഫീസിൻ്റെ പല ചിലവുകളും സ്വന്തം ചിലവിൽ നിന്നാണ് എടുത്തുകൊണ്ട് പോകുന്നത്. അല്ലാതെ പിന്നെ എല്ലാം ഒരു ജനസേവനമായിട്ടാണ്, അല്ലാതെ ഇതിനൊരു സാമ്പത്തിക മെച്ചമായിട്ട് ഇവരിത് കണ്ടിട്ടില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ജനങ്ങൾ ഇനിയും അവരെ സേവനം ജനങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടാണ് ഒരു ഇങ്ങനെ പിന്നെ വീണ്ടും വന്നിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഇവിടെ ത്രികോണ മത്സരം എന്ന് വെച്ചാൽ STPI, മുസ്ലിം ലീഗ് അല്ലെങ്കിൽ UDF, LDF എന്നൊരു ലെവലിലേക്കാണ് പോകുന്നത്. ഈ വാർഡിലല്ല മൊത്തം പഞ്ചായത്തിനെ നോക്കിക്കാണുമ്പോൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് STPI, LDF അല്ലെങ്കിൽ STPI, UDF എന്നൊരു കൂട്ട് കക്ഷി അല്ലെങ്കിൽ അന്തർധാര ഉണ്ടോ? മിക്ക വാർഡിലും അങ്ങനെ തന്നെയാണ്. STPI UDFൻ്റെ കൂടെയാണ് മത്സരിക്കുന്നത്. STPI, വെൽഫെയർ പാർട്ടി ഇവരൊക്കെ ഇങ്ങനത്തെ വർഗീയ പാർട്ടികളൊക്കെ UDFൻ്റെ കൂടെ നിന്നിട്ടാണ് മത്സരിക്കുന്നത്. കേരളം മൊത്തം അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നമുക്ക് നേരിട്ട് കാണാൻ കഴിയും അങ്ങനെ ഒരു കൂട്ടുകെട്ട്. ഇത്തവണത്തെ പ്രചരണമൊക്കെ എങ്ങനെ മുന്നോട്ട് പോകുന്നു? പ്രചരണം ഞങ്ങളിപ്പോൾ 1-ാം ഘട്ടം എന്നുള്ളതിൽ ആദ്യം എല്ലാ വീടുകളും കയറിയപ്പോൾ എല്ലാവരുടെ അടുത്തുനിന്നും നല്ല മികച്ച പ്രകടനമാണ്. ഈ ഒരു 5 വർഷത്തെ ഇതിനു മുമ്പ് പറഞ്ഞ നമ്മളെ പ്രകടന പത്രിക ഉണ്ടായിരുന്നു. അതിൽ ഓരോ കാര്യങ്ങളും എടുത്തു നോക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് അംഗനവാടി, അതുപോലെ തന്നെ മെമ്പറുടെ സ്ഥിരം ഓഫീസ്, അതുപോലെ റോഡുകൾ, ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ എല്ലാ സംഭവങ്ങളും
ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ടുള്ളൊരു വികസനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലായിടത്തേക്കും വോട്ട് ചോദിച്ചിറങ്ങുന്നത്. എല്ലാവരും പോസിറ്റീവായിട്ടാണ് നമ്മളോട് എല്ലാം പ്രതികരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഓഫീസിൻ്റെ കാര്യം പറഞ്ഞു. 2 സ്റ്റാഫിനെ വെച്ച് ഈ പഞ്ചായത്തിൽ തന്നെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സ്ഥലത്ത് ഈ 2 സ്റ്റാഫിനെ വെച്ച് എല്ലാവർക്കും വാർഡിലെ എല്ലാ വോട്ടർമാർക്കും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ നേരിട്ട് ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്റ്റാഫുണ്ടായി പ്രവർത്തിക്കുന്നതായിരുന്നു. ഇന്ന് ഞങ്ങൾ 2ാം ഘട്ടം എന്നുള്ള നിലയിൽ എല്ലാ വീടുകളിലും ഇറങ്ങി പ്രവർത്തിക്കണേ. ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നു, വളരെ നല്ലൊരു ഭൂരിപക്ഷത്തോടെ വിജയപ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാ പ്രവർത്തകരും ഉള്ളത്. ഇതിൻ്റെ നമ്മൾ LDFൻ്റെ ഒരു വാർഡായിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. നമ്മൾ തുടക്കം മുതൽ എന്നാൽ വാർഡ് ഇത് തുടങ്ങുന്ന അന്ന് മുതൽ തന്നെ എന്താണ് ഇവിടെയുള്ള പല റോഡുകളും ഇടവഴികളൊക്കെ കൊണ്ടുവന്നത് LDFൻ്റെ മെമ്പർമാരാണ്. അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഇതൊക്കെ കൊണ്ടുവന്നത് അധികവും LDF മെമ്പർമാരാണ്. മായങ്കാക്ക, അത് കഴിഞ്ഞാൽ സിനാത്ത, അതിൻ്റെ ഇടയിൽ വരുന്ന മെമ്പർമാർ, ഇവരൊക്കെയാണ് ഇത് കൂടുതൽ ഇങ്ങോട്ട് വരുന്നത്. പിന്നെ നമ്മുടെ MLA MP ഇതൊക്കെ നമ്മൾ ലീഗിൻ്റെ ഇതാണ്. അതേപോലെ ബ്ലോക്ക് ഇതൊക്കെ എത്രത്തോളം ഫണ്ടുകൾ ഇങ്ങോട്ട് എത്തി എന്നുള്ളത് നമ്മൾ തന്നെ നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ വാർഡിലേക്ക് പ്രധാനപ്പെട്ട എല്ലാ വികസനങ്ങളും നമ്മൾ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ കേരള സർക്കാരിൽ നിന്ന് ഫ്ലഡിൻ്റെ ഫണ്ടുകൾ, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ റോഡ് ഗതാഗത ഫണ്ട്, ഇതൊക്കെ ഈ വാർഡിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനാണ് ഞങ്ങൾ ഈ വർഷം വികസനം ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഞങ്ങൾ വോട്ടുകൾ ചോദിച്ച് ആളുകളുടെ അടുത്ത് എത്തുന്നത്. എല്ലാവരുടെയും പ്രതികരണങ്ങൾ നല്ല ഉഷാറായിട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നല്ലൊരു വിജയപ്രതീക്ഷയാണ് ഞങ്ങൾ പ്രവർത്തകരും എല്ലാവരും വിചാരിക്കുന്നത്. എല്ലാ വീട്ടിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു സ്വീകരണം കിട്ടുന്നുണ്ട്. വിജയിക്കുന്നുള്ള 100% പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ഇത്തവണ എത്ര സീറ്റ് പിടിക്കും പഞ്ചായത്തിലോ? ഭൂരിപക്ഷം നേടും. ഭൂരിപക്ഷം അതാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ? എങ്ങനെ പോണു കൃഷിയൊക്കെ? നന്നായിട്ട് പോകുന്നുണ്ട്. എങ്ങനെ കൃഷിക്ക് വേണ്ട പഞ്ചായത്തിൽ നിന്ന് ആവശ്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ? വിത്ത് വളമൊക്കെ പഞ്ചായത്ത് തരുന്നുണ്ട്. പെൻഷനൊക്കെ കിട്ടുന്നുണ്ടോ? കാർഷിക അങ്ങനത്തെ ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഈ പഞ്ചായത്ത് ഇപ്പോൾ ആരാണ് ഭരിക്കുന്നത്? ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഭരിക്കുന്നത്. എങ്ങനെയാണ്? പഞ്ചായത്തല്ല, ഈ വാർഡിൽ മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ഇത് ആട്ടീരി വാർഡാണ്. ഇവിടെ LDFൻ്റെ ഒരു വാർഡാണല്ലേ? പഞ്ചായത്ത് UDF ആണ് ഭരിക്കുന്നത്. വാർഡ് LDFൻ്റെ കയ്യിലാണ്, പഞ്ചായത്ത് ഭരിക്കുന്നത് UDF ആണ്. ഈ വാർഡിലെ ഒരു പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്? സാറാണ് അല്ല, വേണ്ട ആനുകൂല്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ടോ? എങ്ങനെ കൃഷിയൊക്കെ നല്ല ലാഭത്തിൽ പോകുന്നുണ്ട്? കൃഷി ഇപ്പോൾ ഗവൺമെൻറ് നെല്ല് എടുക്കേണ്ടതുകൊണ്ട് ലാഭം ഉണ്ട്. ഇത്തവണ എങ്ങനെയായിരിക്കും ഒരു തെരഞ്ഞെടുപ്പിൽ? എന്തായിരിക്കും ഇവിടുത്തെ ഒരു ഭാവി? എങ്ങനെയായിരിക്കും? പറ്റൂല, തുല്യ ശക്തികളാണ് രണ്ടും ഞങ്ങളെ വാർഡിൽ. അപ്പോൾ അതുകൊണ്ടൊന്നും പറയാൻ പറ്റൂല. സ്ഥാനാർത്ഥികളൊക്കെ വീട്ടിലേക്കൊക്കെ എത്തിയോ? എത്തിയിട്ടുണ്ട്. അവരൊക്കെ ഈ ഒരു 5 വർഷത്തെ ഭരണകാലത്തും വോട്ട് ചോദിക്കാനല്ലാതെ എത്തുന്നുണ്ടായിരുന്നോ? എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭരണത്തിൽ സംതൃപ്തി ഉണ്ട്. ഇത്തവണയും ആര് ജയിക്കും എന്നാണ് തോന്നുന്നത്? അത് പറയാൻ പറ്റൂല. 2 ടീമും ബലാബലാണ്. ഒതുക്കുങ്ങൽ പഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥികളും പ്രവർത്തകരുമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം ഇത്തവണത്തെ ഒരു വിജയ സാധ്യതയെക്കുറിച്ചൊക്കെ. 100% വിജയസാധ്യത പ്രതീക്ഷിക്കുന്നുണ്ട്. പര്യടനമൊക്കെ എങ്ങനെ പോകുന്നു? പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് കുടുംബയോഗങ്ങൾ, അതേമാതിരി കോർണർ യോഗങ്ങളൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇനി സ്ഥാനാർത്ഥി പര്യടനവുമായിട്ട് മുന്നോട്ട് പോകാം. എങ്ങനെയുണ്ട് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം? ജനങ്ങൾ 100% നല്ല സപ്പോർട്ടോടു കൂടിയാണ് നിൽക്കുന്നത്. ഈ കേരള ഭരണത്തിനെതിരെയുള്ള ഒരു വിധിയെഴുത്ത് ജില്ലാ പഞ്ചായത്തിലേക്ക് കൂടി ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെ വളരെയധികം നല്ല ശുഭപ്രതീക്ഷയാണുള്ളത്. എന്തെല്ലാമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ജില്ലാ പഞ്ചായത്ത്? കഴിഞ്ഞ തവണയും UDFൻ്റെ കയ്യിലായിരുന്നല്ലോ. അന്ന് ചെയ്ത പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ തവണ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് കേരളത്തിലെ ജില്ലാ പഞ്ചായത്തുകൾ മാതൃകാപരമായ ഒട്ടനവധി
പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. കേരളത്തിൽ വിവിധ മേഖലകളിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് ജനങ്ങളുടെ ഒരുപാട് പ്രശംസ പിടിച്ചു പറ്റിയ ഒരു ഒട്ടനവധി പദ്ധതികൾ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. കാലാകാലങ്ങളായിട്ട് പഞ്ചായത്ത് കൈയാളുന്നത് മുസ്ലിം ലീഗ് അല്ലെങ്കിൽ UDF ആണ്. പക്ഷേ ആ ഒരു വികസനങ്ങളൊന്നും കൂടുതലായിട്ട് എത്തിയില്ല എന്ന് ആണ് അണികളുടെ അല്ലെങ്കിൽ നാട്ടുകാരുടെ അടുത്ത് നിന്നൊരു അഭിപ്രായം വരുന്നത്. എന്താണ് അതിനെ പ്രതികരിക്കാനുള്ളത്? ഒതുക്കൽ പഞ്ചായത്തിൽ വന്ന് നോക്കിയിട്ടുള്ള ആളുകൾക്കത് മനസ്സിലാവും. ഒതുക്കൽ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല അവാർഡ് വാങ്ങിയിട്ടുള്ള ഒരു പഞ്ചായത്താണ്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, ജവഹർ പുരസ്കാരം വാങ്ങിയത് ഞങ്ങളെ ഒതുക്കൽ പഞ്ചായത്താണ്. മാലിന്യമുക്ത കേരളത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നൊരു പഞ്ചായത്താണ്. എല്ലാ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുമുള്ള വികസന പ്രവർത്തനം നടന്നിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ ആളുകൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും വ്യാഖ്യാനിക്കാമല്ലോ, അതിനപ്പുറത്തേക്ക് കൃത്യമായ വികസനം നടന്നിട്ടുള്ള ഒരു പഞ്ചായത്താണ് ഒതുക്കൽ പഞ്ചായത്ത്. പിന്നെ ആളുകൾ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളത് കൃത്യമായി അവിടെ വികസനം നടപ്പിലാക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഒരിക്കൽ പോലും നഷ്ടപ്പെടാത്തൊരു പഞ്ചായത്താണ് ഒതുക്കൽ പഞ്ചായത്ത്. എന്താണ് ഇനി വിജയിച്ചു വരികയാണെങ്കിൽ, തുടർ ഭരണം കൂടി ഇനിയും കിട്ടുകയാണെങ്കിൽ എന്താണ് ഒതുക്കങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? ഒതുക്കൽ സംബന്ധിച്ച് വളരെ ചെറുപ്രായക്കാരായ ആളുകളെ മാത്രമാണ് ഇപ്രാവശ്യം പഞ്ചായത്ത് ഭരണതലത്തിലേക്ക് നിയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പുതിയ വിഷനുള്ള നല്ല ടീച്ചർമാർ, നല്ല വിദ്യാഭ്യാസ യോഗ്യതരായ ഒരുപാട് ഡിഗ്രിയൊക്കെ ഉള്ള നല്ല യുവതി യുവാക്കളാണ് ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ കാൻഡിഡേറ്റായി ഞങ്ങളുടെ നേതാക്കന്മാർ തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വികസനം കാഴ്ചപ്പാട് എന്നതിനപ്പുറത്തേക്ക് പുതിയ തരത്തിലുള്ള പല കാഴ്ചപ്പാടും നടത്തിക്കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധ്യമാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. 3 വാർഡ് കൂടി കൂടുകയും വനിതയാണ് ഇനി ചെയറിലേക്ക് വരാൻ പോകുന്നത്. ആരെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ഞങ്ങളുടെ പഞ്ചായത്തിനകത്ത് ഇപ്പോൾ വന്നിട്ടുള്ള എല്ലാവരും കൃത്യമായി വിദ്യാസമ്പന്നരായതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇതിലേക്ക് ഞങ്ങൾ പോയിട്ടില്ല. എല്ലാവരും ജയിച്ചു വരും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ നിന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാലോ, പാണക്കാട് തങ്ങൾ തീരുമാനിക്കുന്ന ഒരു കാൻഡിഡേറ്റ് അവിടെ നമ്മളുടെ പഞ്ചായത്ത് പ്രസിഡൻ്റായി വരും. ഇപ്പോൾ എല്ലാവരും പറയുന്നത് സ്വാഭാവികമായിട്ട് കുടിവെള്ളം, റോഡ് എന്നീ പ്രശ്നങ്ങളാണ് കൂടുതലായിട്ട് വാർഡിൽ ഇറങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിനെന്താണ് ശാശ്വതമായ പരിഹാരം? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ വീട്ടിലേക്കും കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള പദ്ധതി ഓൾറെഡി 2 പഞ്ചായത്ത്, പൊന്മള പഞ്ചായത്തും ഒതുക്കൽ പഞ്ചായത്തും ചേർന്ന് ഞങ്ങൾ കുറുപ്പുംപടി എന്ന് പറയുന്ന സ്ഥലത്ത് വലിയ ടാങ്ക് നിർമ്മിച്ച് 2 പഞ്ചായത്തിലേക്കും സംയുക്തമായി വെള്ളം പമ്പ് ചെയ്യുന്ന രീതി ഇന്ന് ഏകദേശം എല്ലാ വീടുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരു 95% വളരെ കുറഞ്ഞ വീടുകൾക്ക് മാത്രമേ ഇനി അത് എത്താൻ ബാക്കിയുള്ളൂ. അത് പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നുള്ള. പിന്നെ ഈ 3 വാർഡ് നിങ്ങൾ കൂടി എന്ന് പറയുന്നത് ഈ പഞ്ചായത്തിനകത്തുള്ള 3 വാർഡാണ്. അതിന് വീടുകളുടെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്തു വരുന്ന ഇതാണ്. അതിനകത്ത് എല്ലാ വികസന പ്രവർത്തനം നടത്താൻ ഞങ്ങൾക്ക് സാധ്യമാകും. ഇപ്പോൾ കൺവെൻഷന് എത്തിയപ്പോഴാണ് താങ്കളെ കാണാൻ പറ്റിയത്. വേങ്ങര ഡിവിഷനിൽ നിന്നാണ് മത്സരരംഗത്തേക്ക് വരുന്നത്. എന്താണ് വേങ്ങര ഡിവിഷനിലെ ഇനി വിജയിക്കുകയാണെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ? വേങ്ങര ഡിവിഷൻ ജയിച്ചാൽ സമഗ്രമായ വേങ്ങരയുടെ വികസനമാണ് എൻ്റെ കാഴ്ചപ്പാട്. വേങ്ങരയ്ക്ക് ഒരു പ്രത്യേകിച്ചൊരു മാസ്റ്റർ പ്ലാൻ വേണം. ആ മാസ്റ്റർ പ്ലാനിൻ്റെ അനുസരിച്ച് എല്ലാ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും, അത് പാശ്ചാത്തലമായാലും സേവനമായാലും മറ്റെല്ലാ മേഖലയിലും വികസന രംഗത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ആ കാഴ്ചപ്പാട്. എന്താണ് വോട്ടർമാർ ആവശ്യപ്പെടുന്നത്? വോട്ടർമാർക്ക് പല ആവശ്യങ്ങളുണ്ട്. കാരണം വോട്ടർമാർ സ്വാഭാവികമായിട്ട് ഇലക്ഷൻ വരുമ്പോൾ വോട്ടർമാർക്ക് പല ആവശ്യങ്ങളുണ്ടാവുമല്ലോ. എന്നാലും വോട്ടർമാർ പ്രത്യേകിച്ചും ആവശ്യപ്പെടുന്നത് പാശ്ചാത്യ സൗകര്യങ്ങൾ കൂടുതൽ വേണം, റോഡുകൾ വേണം, അതുപോലെ തന്നെ മറ്റുള്ള ലൈറ്റുകൾ വേണം. ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ ചെറിയ ആവശ്യങ്ങളൊക്കെ പറയുന്നുള്ളൂ. കാരണം വേങ്ങരയിൽ കൂടുതൽ വികസനം വന്നൊരു സ്ഥലം കൂടിയാണ്. ഇവിടുത്തെ MLA PK കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. അദ്ദേഹം ഇവിടെ കൂടുതൽ വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഏത് ഡിവിഷനിൽ നിന്നാണ് മത്സരരംഗത്തേക്ക് വരുന്നത്? ഒതുക്കങ്ങൽ പഞ്ചായത്തിലെ മറ്റത്തൂർ ഡിവിഷൻ, അതായത് മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിൽ മറ്റത്തൂർ ഡിവിഷൻ. എന്താണ് വോട്ടർമാർ ആവശ്യപ്പെടുന്നത്? വോട്ട് ചോദിച്ചെല്ലുമ്പോൾ ഞാൻ മത്സരരംഗത്ത് ആദ്യമായിട്ടാണ്. എനിക്കൊരു പുതിയ അനുഭവമാണ്. വോട്ടർമാരുടെ അടുത്ത് നിന്ന് നല്ല പോസിറ്റീവ് പ്രതികരണമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിരവധിയായ ഒരു പുതിയ തലമുറയുടെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഒരുപാട് പുതിയ കാലഘട്ടത്തെ വിദ്യാർത്ഥികളുമായി സംവദിക്കാൻ പറ്റുന്നുണ്ട്, യുവജനങ്ങളുമായി സംവദിക്കാൻ പറ്റുന്നുണ്ട്. അവരൊക്കെ പല അർത്ഥത്തിലുള്ള പുതിയ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരുപാട് പദ്ധതികളും പ്രോജക്റ്റുകളും നമ്മുടെ മുമ്പിലേക്ക് തരുന്നുണ്ട്. അത് വിജയിച്ചു വരുന്ന സാഹചര്യത്തിൽ അവരുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തി നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒതുക്കുങ്ങലിലെ വിവിധ വാർഡുകളിലേക്ക് മത്സരിക്കുന്ന വനിതാ കാൻഡിഡേറ്റുകളാണ് നമ്മുടെ കൂടെ ഉള്ളത്.
ഈ ഒരു മത്സര രംഗത്ത് ഇത് ആദ്യമായിട്ടാണോ? മത്സര രംഗത്ത് ആദ്യമായിട്ടാണ്, പക്ഷെ പൊതുപ്രവർത്തന രംഗത്ത് ഞാൻ മുന്നേ ഉണ്ട്. പിന്നെ ഞാനൊരു അധ്യാപികയാണ്. അതേപോലെ തന്നെ ഞാൻ ഇപ്പോൾ ട്രെയിനിങ് ക്ലാസ്സുകൾ അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. എങ്ങനെയുണ്ട്? വോട്ടർമാരെയൊക്കെ നേരിട്ട് ചെന്ന് കണ്ടോ? എല്ലാവരെയും നേരിട്ട് പോയി കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല പ്രതികരണമാണ്. അതേപോലെ തന്നെ നല്ല സപ്പോർട്ട് നൽകുന്നുണ്ട്. എന്തൊക്കെയായിരിക്കും ഇനി വിജയിച്ച് വരികയാണെങ്കിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ? വിജയിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 16-ാം വാർഡിലാണ് ഞാൻ മത്സരിക്കുന്നത്. അത്യാവശ്യം വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ ഞങ്ങളുടെ ഒരു വാർഡിൽ നടത്തിയിട്ടുണ്ട്. ഇനി എന്താണ് പുതിയ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് അതേപോലെ തന്നെ പുതിയ പദ്ധതികൾക്കനുസരിച്ച് എന്താണോ വേണ്ടത് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണ്. ഈ ഒരു ചെറിയ പ്രായത്തിൽ മത്സര രംഗത്തേക്ക് കിടക്കുകയാണ്. അപ്പോൾ എതിർ സ്ഥാനാർത്ഥികളൊക്കെ നല്ല അനുഭവ സമ്പത്തുള്ളവരും പ്രായം ചെന്നവരും ഒക്കെ ആകുമ്പോൾ പ്രതിപക്ഷം ആരോപിക്കുമല്ലോ, അതിനൊക്കെ എങ്ങനെയാണ് മറുപടി പറയാറ്? ഈ ചെറുപ്രായത്തിലുള്ളവർ എന്താ ചെയ്യുക അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അതിനൊക്കെ എങ്ങനെയാണ് നേരിടാറ്? അതിന് എനിക്ക് എന്ന് പറയുമ്പോൾ എൻ്റെ ഉമ്മ ഇതിന് മുൻപ് മെമ്പറായിട്ട് മുന്നേ വന്നിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ യുവാക്കളെ ഇനി മുന്നോട്ട് നയിക്കട്ടെ. ഒരു പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. അതെ അതെ. അതേപോലെ തന്നെ ഉപ്പ എന്താണ് UDF പ്രസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. ഏത് വാർഡിലാണ് മത്സരിക്കുന്നത്? 15-ാം വാർഡ് വലിയപറമ്പ് 15-ാം വാർഡിൽ നിന്നാണ് മത്സരിക്കുന്നത്. എന്താണ് ഈ മത്സര രംഗത്തേക്ക് കടന്നു വരേണ്ടായ ഒരു സാഹചര്യം? ഈ ഒരു പേര് നിർദ്ദേശിച്ചപ്പോൾ എന്താ തോന്നിയത്? ഇതുവരെ ഞാൻ അങ്ങനെ പ്രവർത്തനത്തിലൊന്നും വന്നിട്ടില്ല, പാർട്ടീൻ്റെ ഇതിലൊന്നും. ഇനി ഒരു അവസരമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ ഇന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും എൻ്റെ നാടിനും അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി ചെയ്യണം നല്ല ആഗ്രഹമുണ്ട്. അതിന് അവരും നല്ല സപ്പോർട്ട് ചെയ്തിട്ട് എന്നെ വിജയിപ്പിക്കട്ടെ, അവർക്ക് വേണ്ടി പ്രവർത്തിക്കണം. ഒരു പൊതു തെരഞ്ഞെടുപ്പാണ്. പ്രദേശത്തുള്ള പ്രദേശവാസികളൊക്കെ ആയിരിക്കും, അടുത്തുള്ളവരൊക്കെ ആയിരിക്കും. അപ്പോൾ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ നേരിട്ട് അറിയുന്നതാണോ? ശരിയാണ്. ഞാൻ വോട്ട് അഭ്യർത്ഥിക്കാൻ പോയപ്പോൾ തന്നെ ഒരുവിധം എല്ലാവരും അവരെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കഴിയുന്നതാലും ഞാൻ ചെയ്തു തരാം, പിന്നെ വിജയിച്ച് വരട്ടെ, അതിന് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വഴികളാണ് കൂടുതലായിട്ടുള്ള പറഞ്ഞ പ്രശ്നങ്ങൾ. അപ്പോൾ അത് ചെയ്തു കൊടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഇനിയുള്ള മുന്നോട്ടുള്ള കാലങ്ങളിൽ ഈ ഒരു പൊതുപ്രവർത്തന രംഗത്ത് നമുക്ക് കാണാൻ കഴിയുമോ ഇത്രയും ഊർജ്ജസ്വലമായ ഈ മുഖം? തീർച്ചയായിട്ടും കാണാം. ഒതുക്കുകൾ ഗ്രാമപഞ്ചായത്തിലെ 23-ാം വാർഡിലെ സ്ഥാനാർത്ഥി കമറുദ്ദീനാണ് നമ്മളുടെ കൂടെ ഉള്ളത്. കമറു, എങ്ങനെയുണ്ട് വോട്ടർമാരൊക്കെ കാണുമ്പോൾ? വളരെ നല്ല പ്രതീക്ഷയിലാണ്. വോട്ടർമാരൊക്കെ വളരെയധികം UDFൻ്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ വാർഡിലേക്ക് വന്നപ്പോൾ തന്നെ വളരെ ആവേശത്തോടെയാണ് വാർഡിലെ വോട്ടർമാരൊക്കെ നമ്മുടെ ഏറ്റെടുത്തിട്ടുള്ളത്. അത് ഒരു UDFൻ്റെ ഒരു അനുകൂല തരംഗം തന്നെ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. പൊതുവേ ഒരു UDFന് സൗഹൃദ അന്തരീക്ഷമുള്ള ഒരു പഞ്ചായത്താണ് ഒതുക്കൽ പഞ്ചായത്ത്. അത് ഇനിയും തുടരും, ആ ലെവലിൽ തന്നെയാണ്. കഴിഞ്ഞ 5 വർഷം 11-ാം വാർഡിലെ മെമ്പറായിട്ട് തുടരുകയായിരുന്നു. എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞത്? വലിയ നമ്മുടെ മുൻ പ്രസിഡന്റ് കടമ്പോട്ട് മൂസ സാഹിബിൻ്റെ നേതൃത്വത്തിലുള്ള വലിയ ഒരു വികസനങ്ങൾ നമ്മുടെ പഞ്ചായത്തിന് കഴിഞ്ഞ 5 വർഷങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ പ്രധാനമായ കാര്യം എന്ന് പറഞ്ഞാൽ കുടിവെള്ളക്ഷാമമായിരുന്നു ഒതുക്കൽ പഞ്ചായത്തിന് ഏറ്റവും വലിയൊരു പ്രതിസന്ധി ആയിട്ടുണ്ടായിരുന്നു. 5 വർഷം കൊണ്ട് 99% വീടുകൾക്കും കുടിവെള്ളം കണക്ഷൻ നൽകാൻ ഈ കഴിഞ്ഞ ഭരണസമിതി കഴിഞ്ഞു എന്നുള്ളതിനാണ് അഭിനന്ദനാർഹമായ നേട്ടമായിട്ട് ഞങ്ങൾ കരുതുന്നത്. അതിലൊരു ശതമാനം ആളുകൾക്ക് കൊടുക്കാൻ പറ്റാത്തത് നിലവിലുള്ള പഞ്ചായത്തിൻ്റെ പ്രശ്നം കൊണ്ടല്ല, കേരള സർക്കാരുകൾ തമ്മിലുള്ള ഈ മാച്ചിങ് ഗ്രാൻറ്റിൻ്റെ പ്രശ്നം കൊണ്ടൊക്കെയാണ് നിലവിൽ മറ്റുള്ള വാർഡുകൾക്ക് ഈ അവശിഷ്ടം നിൽക്കുന്ന 1% ആളുകൾക്ക് കൊടുക്കാൻ പറ്റാതെ. ഏറെക്കുറെ 99% വലിയ ബുദ്ധിമുട്ടുള്ള എല്ലാവർക്കും കുടിവെള്ളം തുടക്കം തന്നെ ഏകദേശം 2 വർഷം കൊണ്ട് തന്നെ കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ അഭിനന്ദനാർഹമായ നേട്ടമായിട്ട് കാണുന്നു. പിന്നെ അതുപോലെ തന്നെ മാലിന്യ സംസ്കരണ രംഗത്ത്, അതുപോലെ തന്നെ കോവിഡൊക്കെ വന്ന സമയത്ത് ആരോഗ്യ രംഗത്തൊക്കെ വലിയ ഒരു മാറ്റം ഈ ഭരണസമിതിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഞങ്ങളുടെ പ്രസിഡന്റിന് ജവഹർ പുരസ്കാരം എന്നുള്ള പോലുള്ള ഒരു ബഹുമതികളൊക്കെ നേടാൻ ഈ ഒരു മേഖലയിൽ കഴിഞ്ഞിട്ടുണ്ട്. ആരോഗ്യ രംഗത്ത്, കോവിഡ് പരിചരണ രംഗത്തായാലും, കോവിഡ് നിർമ്മാർജ്ജന രംഗത്തായാലും, അതുപോലെ തന്നെ മാലിന്യ സംസ്കരണ രംഗത്തായാലും, ലഹരി നിർമ്മാർജ്ജന രംഗത്തായാലും ഒരു വ്യത്യസ്തമായ പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് ഒരു അവാർഡ്, ജവഹർ പുരസ്കാരമൊക്കെ നേടാൻ കഴിഞ്ഞ ഒരു പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത്. മാലിന്യ സംസ്കരണ രംഗത്തായാലും ആരോഗ്യ മേഖലയിലും വലിയ ഒരു മുന്നേറ്റം നോക്കാൻ കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളിലും വലിയൊരു വികസനങ്ങൾ, എല്ലാ റോഡുകളും പുനരുദ്ധാരണത്തിന് തുക വഹിച്ചുകൊണ്ടാണ് ഈ ഭരണസമിതി പുറത്തിറങ്ങുന്നത്. എല്ലാ റോഡുകൾക്കും പുനരുദ്ധാരണത്തിന് തുക വഹിച്ചു. പുതിയ ഒരുപാട് റോഡുകൾ, കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് വകവരുത്തിക്കൊണ്ട് പുതിയ റോഡുകൾക്ക്
നിർമ്മാണം നടക്കുന്ന അനുമതികളൊക്കെ ആയി. ഏകദേശം വലിയൊരു മാറ്റം ഈ പഞ്ചായത്തിൽ കഴിഞ്ഞ ഭരണസമിതി നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് UDFൻ്റെ സ്ഥാനാർത്ഥികളൊക്കെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ ഭരണസമിതി നേടിയ കടമ്പോട്ട് മൂസ സാഹിബിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അംഗങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച ജനങ്ങൾ നമുക്ക് തരും എന്നുള്ള ശുഭപ്രതീക്ഷ ഞങ്ങൾ. ഇനി ഇപ്പോൾ വോട്ടർമാരൊക്കെ കണ്ടുകൊണ്ടിരിക്കുക, പുതിയ വാർഡ്, ആ വോട്ടർമാർ എന്താണ് ആവശ്യപ്പെടുന്നത്? എൻ്റെ വാർഡിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വാർഡ് 23-ാം വാർഡാണ്. അവിടെ ഒരു പ്രധാന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് കഴിഞ്ഞതാണ്. മുൻ മെമ്പർ ഒരുവിധ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് കഴിഞ്ഞാണ്. എങ്കിലും അവിടുത്തെ ഒരു പ്രധാന കാര്യമായിട്ടുള്ളത് ചരൽക്കുന്ന് റോഡ് പൂർത്തീകരണമാണ്. അത് വൈകാതെ തന്നെ അത് പൂർത്തീകരിക്കണം. അതുപോലെ തന്നെ ചരൽക്കുന്ന് റോഡിനെ ചെറുകുന്നുമായി ബന്ധിപ്പിക്കുന്ന ഒരു വലിയ റോഡ്, അതൊരു കുറച്ച് സാമ്പത്തിക ചെലവ് വരുന്ന റോഡാണ്. എങ്കിലും അത് ഈ ഒരു അടുത്ത ഭരണസമിതിയുടെ കാലാവധി തീരുന്നതിന് മുമ്പായിട്ട് ചെറുകുന്ന് മുണ്ടോത്തുപറമ്പിലേക്കുള്ള ചരൽക്കുന്ന് റോഡിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു റോഡ് നിർമ്മാണം നടത്തണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹമുള്ളത്. അത് നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണുള്ളത്. പിന്നീട് അതുപോലെ തന്നെ കുറച്ച് മെയിൻ്റനൻസ് വർക്കുകളും ഹാൻഡ് റെയിലുകളൊക്കെ ഘടിപ്പിക്കാനുണ്ട്. പഞ്ചായത്തിലെ ഏറ്റവും ബ്യൂട്ടി ഏരിയ ഭാഗമാണ്, ബ്യൂട്ടിയുള്ള സൗന്ദര്യമുള്ള ഒരു മേഖലയാണ് ചരൽക്കുന്ന് ഭാഗം. അവിടെ ഒന്ന് ബ്യൂട്ടിഫിക്കേഷൻ ചെയ്യാനുള്ള ഒരു പദ്ധതി മനസ്സിലുണ്ട്. അതൊക്കെ നടപ്പിലാക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസമുണ്ട്. ഒരു SDPI UDF സഖ്യം പല വാർഡുകളിലുണ്ട് എന്നൊരു ആരോപണം പൊതുവെ ഉയർന്നു വരുന്നുണ്ട്, ശരിയാണോ? നേരെ തിരിച്ചാണുള്ളത്. ചില വാർഡുകളിലൊന്നും പ്രതിപക്ഷം ഇല്ല, LDF ഇല്ല. ഇപ്പോൾ ഞാൻ മത്സരിക്കുന്ന ഭാഗത്ത് പോലും LDF അല്ല എൻ്റെ പ്രത്യേക ഒപ്പോണൻ്റ് ആയിട്ടുള്ളത്. പൊതുവേ SDPIക്ക് വേണ്ടി ഇവിടുത്തെ LDF ഇടതുപക്ഷം മാറിക്കൊടുത്ത പോലെയാണ്. ഇപ്പോൾ നമുക്കറിയാം, തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളിലോ തൊട്ടടുത്തുള്ള വാർഡുകളിലൊക്കെ SDPI LDFനെ മറികടക്കുന്ന തരത്തിലാണ് നടക്കുന്നത്. അവർ തമ്മിലൊരു രഹസ്യ ബാന്ധവം ഉള്ളതുപോലെ പൊതുവെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതൊരു പരസ്യമായ രഹസ്യമാണ്. ഒതുങ്ങിയതിൽ SDPIയും LDFും ഒരു രഹസ്യ ബാന്ധവമുണ്ട്. അവരുടെയൊക്കെ മുഖ്യ ശത്രു UDF തന്നെയാണ്. UDFനായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല, ഒരിക്കലും ഇല്ല. UDFൻ്റെ ഒരു മുഖ്യ ശത്രു തന്നെയാണ് SDPI. അത് ചില വാർഡുകളിൽ ത്രികോണ മത്സരം, UDF LDF SDPI എന്നുള്ള ത്രികോണ മത്സരം പല വാർഡുകളിലും നടക്കുന്നില്ല. UDFന് എല്ലായിടത്തും മെജോറിറ്റി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ മറിച്ച് ഈ പറഞ്ഞ പോലെ SDPI UDFും ത്രികോണ മത്സരം നടക്കുന്നിടത്ത് ഞങ്ങൾക്ക് ആശങ്കയുള്ളത് LDFൻ്റെ വോട്ടുകൾ SDPIയിലേക്ക് മറിയോ എന്നുള്ള ഒരാശങ്കയുണ്ട്. അങ്ങനത്തെ നല്ല LDF പ്രവർത്തകർ അത്തരം ചെയ്തികൾ ചെയ്യാതിരിക്കുക എന്ന് മാത്രമേ ഞങ്ങൾക്ക് അവരോട് നിർദ്ദേശിക്കാനുള്ളൂ. കാരണം ഇവിടെ ഒരു ഒതുക്കലിനൊരു സൗഹൃദ അന്തരീക്ഷമുണ്ട്, ഒരു രാഷ്ട്രീയ മതേതരത്വമുണ്ട്. ആ മതേതരത്വം നിലനിർത്താൻ എല്ലാവരും പരിശ്രമിക്കണം. ഇവിടെ ഒരു തരത്തിലുള്ള വർഗീയ ശക്തികൾക്കും ഇടം കൊടുക്കാത്തൊരു പഞ്ചായത്താണ്. ആ പഞ്ചായത്ത് അതുപോലെ തന്നെ നിലനിർത്താൻ കഴിയണം. അതുപോലെ തന്നെയാണ് പുത്തൂർ ബൈപ്പാസ്. ചെറുകിട കച്ചവടക്കാർ, പാവപ്പെട്ടവർ എല്ലാം കച്ചവടം ചെയ്തിരുന്ന ഒരു രാത്രി അല്ലെങ്കിൽ ഒരു പുലർച്ചയുടെ മറവിൽ മോഹൻലാലിൻ്റെ ഡയലോഗൊക്കെ പോലെ ഒറ്റ രാത്രി കൊണ്ട് ഒഴിപ്പിച്ചെടുത്തു എന്നുള്ളത് അതൊരു ശരിയായി തോന്നുന്നുണ്ടോ? അതെ, പുത്തൂര് ഒരു വിഷയം. വർഷങ്ങളായി പുത്തൂരിലെ ജനതയും പഞ്ചായത്തിലെ ഒട്ടു വിഭാഗം ആളുകൾക്കും പ്രയാസം ഉണ്ടാക്കിയിരുന്ന ഒരു ഇതായിരുന്നു പുത്തൂരിലെ ബൈപ്പാസ് കച്ചവടക്കാർ കൈയേറി എന്നുള്ളത്. ഇതിൽ പ്രത്യേകിച്ച് അവിടുത്തെ മത്സ്യ കച്ചവടം എന്ന് പറയുന്നത് അപ്പുറത്തുള്ള ഒരു SC കുടിവെള്ള പദ്ധതിയുള്ള ഒരു കിണറുണ്ട്. അതിലേക്ക് മാലിന്യം ഒഴുകുന്നു എന്നുള്ള നിരന്തരമായ പരാതികൾ, ഒരുപാട് ചർച്ചകൾ ഈ പറയപ്പെടുന്ന അവിടെ കച്ചവടം നടത്തുന്ന ആളുകളുമായി ഭരണസമിതി വന്ന ഉടനെ തന്നെ നടത്തുകയും അതിലൊന്നും പരിഹാരമാകാതെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ PWD ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ ഗസ്റ്റ് ഹൗസിലിരുന്ന് ചർച്ച നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിനൊന്നും പരിഹാരമാകാതായപ്പോഴാണ് ഭരണസമിതി ശക്തമായൊരു തീരുമാനവുമായി മാലിന്യ സംസ്കരണത്തിൻ്റെ ഭാഗമായി തന്നെ ഈ പൊതുസ്ഥലങ്ങളിൽ കച്ചവടം നടത്തിയതിന് കയ്യേറിയവർക്കെതിരെ കടുത്ത നടപടിയുമായി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടന്നത്. സാധാരണഗതിയിൽ അവിടെയൊക്കെ ഉള്ള പൊതുവേ നമ്മളോട് എപ്പോഴും പറയുന്നത് പുത്തൂര് എന്ന് പറയുന്ന ഒരു വലിയൊരു പഞ്ചായത്തിൻ്റെ ഒരു സൗന്ദര്യം വൽക്കരിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അത്തരം സ്ഥലത്ത് മാലിന്യം ഓടുകയും അതുപോലെ തന്നെ കച്ചവടക്കാർ, അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ, മാലിന്യ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഒട്ടേറെ ലഹരി ഉപയോഗങ്ങൾ, ഇതൊക്കെ ഉള്ള ഒരു ഏരിയ ആയിരുന്നു. അതിനെ മാറ്റിയിട്ട് അധികം വൈകാതെ തന്നെ നമ്മുടെ നിയോജകമണ്ഡലം MLA കഴിഞ്ഞ ബഡ്ജറ്റിൽ തന്നെ അതിന് ഫണ്ട് വെച്ചിട്ടുണ്ട്. പുത്തൂര് ബൈപ്പാസ് സൗന്ദര്യവൽക്കരിക്കാൻ ഏകദേശം 2 കോടി രൂപയോളം ബഡ്ജറ്റ് തുക വെച്ചിട്ടുണ്ട്. അത് രണ്ട് സൈഡിലും നടപ്പാതയൊക്കെ വെച്ചുകൊണ്ട് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ തരത്തിൽ ഒരു നടപ്പാതയും ഒരു ഓപ്പൺ ജിമ്മൊക്കെയാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. ഏകദേശം അതിനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അധികം വൈകാതെ പുത്തൂർ നടപ്പാതെ പുത്തൂർ ബൈപ്പാസ് അതിൻ്റേതായ സൗന്ദര്യവൽക്കരണത്തിലേക്ക്. ഈ ഒഴിപ്പിക്കൽ കാരണം
ഉപകാരപ്പെട്ടത് കോട്ടക്കൽ നഗരസഭയ്ക്കാണ് എന്ന് പറയും. കാരണം ഒതുക്കുങ്ങൽ പഞ്ചായത്ത് അധികൃതർ ഒഴിപ്പിച്ചത് കൊണ്ടാണ് കോട്ടക്കലിൽ ഒഴിപ്പിക്കേണ്ട സാഹചര്യം വന്നു എന്നൊരു ആരോപണം കൂടി. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഈ മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് പഞ്ചായത്തിന് അനിവാര്യ ചുമതലയാണ്. പുത്തൂർ ബൈപ്പാസിലെ ധാരാളം മാലിന്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പോരാത്തതിന് അതുപോലെ തന്നെ വഴിയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്ക് പോലും നടന്നു പോകാൻ പറ്റാത്ത പ്രയാസങ്ങളുണ്ടായിരുന്നു. ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുള്ള സാധനങ്ങൾ പരമാവധി ചർച്ചയിലൂടെ പരിഹരിക്കാൻ ഞങ്ങൾ ഒരുപാട്, കാരണം കച്ചവടക്കാരെല്ലാവരും ഈ പഞ്ചായത്തുള്ളും പുറത്ത് പഞ്ചായത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിലും കച്ചവടക്കാരാണ്, അവരും ജനങ്ങളാണ്, പൗരന്മാരാണ്. അപ്പോൾ അവരെ പരമാവധി സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ മാറ്റാൻ വേണ്ടി പലതവണ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്, പലതവണ ചർച്ച നടന്നിട്ടുണ്ട്. പക്ഷേ ഒരു വിഭാഗം ആളുകൾ മാത്രം അതിൽ പങ്കെടുത്തുകൊണ്ട് ഒരു ഏകാധിപതിയെ പോലെ പെരുമാറിയപ്പോഴാണ് പഞ്ചായത്തിന് ഒരു ഏകാധിപതി മീൻസ് അതിൽ കുറച്ച് ആളുകൾ മാത്രം അതിൽ വന്നുകൊണ്ട് മറ്റുള്ള കച്ചവടക്കാരെയൊക്കെ ഹൈജാക്ക് ചെയ്യുകയാണ്, അതോടെ തയ്യേറിയവരൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് അവർക്ക് ഒരുപാട് 6 മാസം നോട്ടീസ് കൊടുത്തു. എല്ലാ നടപടിക്രമങ്ങളും കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊരു മാസ് പൊളിക്കലിനു വേണ്ടി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടന്ന് അത് വലിയ അഭിമാനമായൊരു സംഭവമായിട്ടാണ്. ഞങ്ങൾക്ക് അതിൽ അഭിമാനം തന്നെ ഉള്ളൂ. അത് കാരണം വെച്ചാൽ അതേസമയം തന്നെ ആ പാടത്താണ് പഞ്ചായത്ത് മാലിന്യം ഇപ്പോൾ കൂട്ടിയിട്ടിരിക്കുന്നത്, ശേഖരിക്കുന്ന മാലിന്യം അതിപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. അത് താൽക്കാലികമായി നമ്മുടെ MCF, അതായത് ഹരിതകർമ്മസേന കളക്ട് ചെയ്യുന്ന മാലിന്യ വേസ്റ്റുകൾ കളക്ട് ചെയ്യുന്ന മറ്റത്തൂരുള്ള MCFൻ്റെ പണി നടക്കുന്നത് കൊണ്ട് താൽക്കാലിക ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചാണ് ബഹുമാനപ്പെട്ട അതിന് റവന്യൂ ഉദ്യോഗസ്ഥരുടെയൊക്കെ അനുമതിയോടുകൂടി ഒരു 6 മാസത്തിന് ഉപയോഗിച്ചാണ്. അതിപ്പോൾ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ നമ്മുടെ പുതിയ ഷെഡ് റെഡി ആയിട്ടുണ്ട്, ഉദ്ഘാടനവും കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫൈനൽ വർക്കിലാണ് നടക്കുന്നത്. അത് നടന്നു കഴിഞ്ഞാൽ ഉടനെ ആ സാധന കയ്യിലേക്ക് മാറ്റും. മാലിന്യ സംസ്കരണ രംഗത്ത് നമ്മൾ വളരെയധികം മുന്നേറിയിട്ടുണ്ട്. അത് 100% ആയിട്ടില്ലെങ്കിലും 90% എത്തിയിട്ടുണ്ട്. ഏതായാലും അത് 100% ആക്കുക എന്നതാണ് അടുത്ത ഭരണസമിതിയുടെ ലക്ഷ്യം. അത് നിറവേറ്റാൻ കഴിയുമെന്നുള്ള ശുഭപ്രതീക്ഷയുണ്ട്. നാട്ടിലെ ജനങ്ങളും അതിന് വലിയൊരു സപ്പോർട്ട് ഞങ്ങൾക്കുണ്ട്. 23-ാം വാർഡിൽ വിജയിക്കും എന്നുള്ള ആത്മവിശ്വാസവും ഉറപ്പ് തന്നെയാണുള്ളത്. ആത്മവിശ്വാസമാണ്, നല്ല ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. കാരണം ഒരുപാട് ഒന്നാമത് ആ പ്രദേശം UDFന് അനുകൂല മേഖലയാണ്. പോരാത്തതിന് അവിടുത്തെ ജനങ്ങളൊക്കെ നല്ലവരാണ്. അവരെ നല്ലത് മാത്രം ആവശ്യപ്പെട്ട് നല്ലത് മാത്രം വരും എന്ന് ചിന്തിക്കുന്നവരാണ്. ആ പ്രതീക്ഷ തന്നെയാണ് എനിക്കുള്ളത്. ഓക്കെ, ഏതാ വിജയാശംസകൾ നേരം. എങ്ങനെ കാണുന്നു മണ്ഡലത്തിലെ മൊത്തമായിട്ടൊരു UDFിൻ്റെ വിജയ സാധ്യത? UDF ഈ മണ്ഡലത്തിൽ വേങ്ങര മണ്ഡലത്തിൽ വിജയം ടോട്ടലായിരിക്കും. എല്ലാ വാർഡും അങ്ങനെ പിന്നെ ഈ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം തോക്കുന്ന വാർഡുകൾ പറയാനേ കഴിയില്ല. കാരണം ഈ നിയോജകമണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തും UDF ഭരണം വരും. മത്സരം തന്നെ വളരെ ഏകപക്ഷീയമായിട്ടാണോ? ഇവിടെ UDFിൻ്റെ ശക്തി കേന്ദ്രമല്ലേ, കോട്ടയല്ലേ. തീർച്ചയായും എല്ലാ പഞ്ചായത്തുകളിലും UDF ഭരണം വരും, യാതൊരു സംശയവും. എന്താണ് വേങ്ങര മണ്ഡലത്തിൽ ഒരു പുതുതായി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? വേങ്ങര മണ്ഡലത്തിൽ പഞ്ചായത്തുകൾക്ക് അധികാരം കിട്ടിയാൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ഭരണസമിതികൾ ചെയ്തു വെച്ച നല്ല നല്ല കാര്യങ്ങൾ വളരെ അധികമുണ്ട്. ഇപ്പോൾ എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ വേങ്ങരയിൽ ടൗണിൽ ഇപ്പോൾ മാർക്കറ്റ്, അതുപോലെ തന്നെ ഓരോ പഞ്ചായത്തിലും ഇനിയും കൂടുതലായി നമ്മുടെ റോഡുകൾ, കുടിവെള്ള പദ്ധതികൾ, എക്സ്റ്റൻഷൻ, അങ്ങനെ പല പദ്ധതികളും അങ്ങനെയുണ്ട്. ഒരുവിധമൊക്കെ റബ്ബറൈസ്ഡ് റോഡുകളാണ്. കുടിവെള്ള പദ്ധതി എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും പഞ്ചായത്തുകൾക്ക് കുറച്ചുകൂടി ഫണ്ടും അതുപോലെ തന്നെ സപ്പോർട്ടും കിട്ടിയാൽ UDF ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിലുണ്ടെങ്കിൽ ഈ നിയോജകമണ്ഡലത്തിലെ ഒന്നുകൂടി അടുത്ത പടിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. എല്ലായിടത്തും പോകുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും പറയുന്നത് കുടിവെള്ള പ്രശ്നം ആണ്. അതിനൊരു ശാശ്വതമായ പരിഹാരം മണ്ഡലത്തിൽ മൊത്തമായിട്ട് നടപ്പിലാക്കാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? കുടിവെള്ള പ്രശ്നം ഇവിടെ ഈ നിയോജകമണ്ഡലം നിലവിൽ വന്ന സമയത്തൊക്കെ വലിയ പ്രശ്നമായിരുന്നു. ഇപ്പോൾ അത്ര വലിയ കുടിവെള്ള പ്രശ്നം ഇവിടെ ഇല്ല. ഇവിടെ കുടിവെള്ളം കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യാനുണ്ട്. കുറച്ചുകൂടി ഭാഗത്തേക്ക് പൈപ്പ് എക്സ്റ്റെൻഡ് ചെയ്യാനുണ്ട്, അത്രയേ ഉള്ളൂ. ഒരു സീരിയസ് പ്രശ്നമായിരുന്നു ഇവിടെ. ലോറിയിലൊക്കെ വെള്ളം കൊടുക്കുന്നത് വളരെ വലിയ പ്രയാസമായിരുന്നു ആദ്യം. പിന്നെ ഞങ്ങൾ പുഴയിൽ തടയണ കൊണ്ടുവന്ന് റെഗുലേറ്റർ വന്നു, പൈപ്പ് ലൈൻ കുറേ ഇട്ടു, അതിനുശേഷമൊക്കെ തരും. ഇപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ ഈ വകുപ്പ് പണമില്ലാത്തത് കൊണ്ട് വലിയ പ്രോബ്ലമുണ്ട്. ഗവൺമെൻറ്റിന് എല്ലാത്തിനും പണമില്ലല്ലോ. കുടിവെള്ളം കൊടുക്കാനും അതിൻ്റെ പൈപ്പ് നന്നാക്കാനും ഒന്നും ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഫണ്ടില്ല. ഞങ്ങൾ കൊണ്ടുവന്ന റെഗുലേറ്ററിന്
ഒരു റിപ്പയർ പോലും നടത്താനുള്ള ഫണ്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തില്ല. അങ്ങനെയുള്ള ഗവൺമെൻറ്റിൻ്റെ ദാരിദ്ര്യം പൊതുവിൽ എല്ലാത്തിനെയും ബാധിച്ചിട്ടുണ്ട്. അത് കുടിവെള്ള പൈപ്പ് നന്നാക്കാത്തതും എക്സ്റ്റെൻഡ് ചെയ്യാത്തതുമായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. അത് UDF ഗവൺമെൻറ് വന്നാൽ അതൊക്കെ വളരെ കൃത്യമായി ചെയ്യും. പ്രത്യേകിച്ചും കേരളത്തിലെ മൊത്തം ഒരു സാഹചര്യം എങ്ങനെയാണ്? കേരളത്തിൽ UDFന് നല്ല മുന്നേറ്റം ഉണ്ടാവും ഈ തെരഞ്ഞെടുപ്പിൽ, ഒരു സംശയവുമില്ല. ഇനി UDFൻ്റെ ടൈമാണ്. പഞ്ചായത്തിലും ജയിക്കും, അസംബ്ലിയിലും ജയിക്കും. പക്ഷമറിയാൻ, ജനപക്ഷമറിയാൻ നമ്മുടെ ചിഹ്നം പടയൊരുക്കം. നവാവിഷൻ ഒരുക്കിയ ഓട്ടുവണ്ടി പര്യടനം ഒതുക്കുങ്ങൽ പഞ്ചായത്തിൽ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. നാളെ നമ്മൾ പറപ്പൂർ പഞ്ചായത്തിലേക്ക്. UDFന് വേങ്ങര നിയോജക മണ്ഡലത്തിൽ സർവാധിപത്യമായിരിക്കും ഉണ്ടാവുകയെന്നും കേരളം UDFനൊപ്പം നിൽക്കുമെന്നും മണ്ഡലം MLA കൂടിയായ PK കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളാണ് അവസാനം നമ്മൾ കേട്ടത്. പറപ്പൂർ പഞ്ചായത്തിലെ വിശേഷങ്ങളും അണികളുടെ പ്രശ്നങ്ങളും നേരിട്ട് കണ്ട് നമുക്ക് നാളെ മനസ്സിലാക്കാം. അതുവരെ ബൈ.